रहना। ഇന്ന് പകൽക്കാലം കടന്നു വന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. सभी लोग को यीशु मसीह नाम से प्रेम भरा सलाम। ആമേൻ. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിന് ചിലത് പ്രാപിപ്പാനുള്ള ഒരുക്കത്തോടെ ആയിരിക്കാം. आज सुबह हम परमेश्वर को प्राप्त करने के उस तैयारी से रहे। കാരണം ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിച്ച ഒരു പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു. इस दिनों में जो परमेश्वर की आत्मा ने प्रेरणा किया एक ऐसा विषय ये था। കഴിഞ്ഞ ചില മാസങ്ങളായി, വർഷങ്ങളായി, ദിവസങ്ങളായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് कई जो है महीनों से हफ्तों से प्रार्थना किया हुआ विषयों के लिए ആമേൻ, ഈ മാസം, ഈ വർഷത്തിന്റെ ഈ 6-ാം മാസത്തിൽ തന്നെ ദൈവം ചില മറുപടി നൽകാൻ പോകും. इस साल के इस 6वें महीने में ही परमेश्वर कुछ जवाब देने वाले हैं। അത് ഈ മാസത്തിന്റെ ആരംഭത്തിൽ 1-ാം തീയതി മുതൽ കർത്താവ് എന്നോട് ഇടപെട്ട ഒരു വിഷയമാണ്. इस महीने की शुरुआत से 1 तारीख से ही परमेश्वर मुझसे इस बारे बात कर रहे थे। ഇതുവരെ പ്രാപിക്കാൻ കഴിയാതിരുന്ന ചില നന്മകളും അനുഗ്രഹങ്ങളും ഈ മാസം ദൈവം പകർന്നു തരാൻ ആഗ്രഹിക്കും. अभी तक नहीं प्राप्त किया हुआ कुछ जो है भलाई सब जो परमेश्वर भी देने वाले हैं। ആമേൻ. അത് പ്രാപിക്കാൻ തക്കവണ്ണം നാം ഈ നാളുകളിൽ ഒരുക്കത്തോടെയും വിശ്വാസത്തോടെയും ശക്തിയായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കും. प्राप्त होने के लिए तैयारी से विश्वास से हमें तैयारी लेके रहना है। ആ ദൈവാത്മാവ് എന്നെ അങ്ങനെ ഒരു പ്രേരണ എനിക്ക് നൽകാനിടയായി. परमेश्वर की आत्मा ने ऐसा एक प्रेरणा दिया है കാരണം നമ്മൾ ചില നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തിപരമായ വിഷയങ്ങളുണ്ട്. क्योंकि हम बहुत दिनों से कुछ जो है खास के विषय के लिए प्रार्थना कर रहे हैं। ആ വിഷയങ്ങളിൽ പലപ്പോഴും നമ്മൾ ബലഹീനരാകാറുണ്ട്, നിരാശരാകാറുണ്ട്. उस विषय में हम जो है बलहीन हो जाते हैं, निराश हो जाते हैं। കർത്താവ് എന്തുകൊണ്ട് അതിനൊരു മറുപടി ലഭിക്കുന്നില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ऐसे क्यों ये ऐसा जो है हो रहा है करके ऐसे सोच के बूझ उठाने वाले। ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾ പ്രയാസപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, അതിന് മറുപടി ഇതാ ലഭിക്കാൻ പോകും. परमेश्वर की आत्मा कहता है कि तुम जो है बोझ नहीं उठाओ, जो है परमेश्वर की आत्मा चलाएगी। നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ഇതാ എത്തിച്ചേരാൻ പോകും. प्रार्थना के विषय के जो पूर्तिकरण में तुम पहुंच गए। നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുമ്പോൾ തന്നെ ഞാൻ അതിന്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. तुम प्रार्थना करने की शुरुआत में जो है मैं उसका काम करना शुरू किया है। ഈ ദിവസങ്ങളിൽ അത് വിശ്വാസത്തോടുകൂടെ പ്രാപിച്ചെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഹ്വാനം ചെയ്യും. इन दिनों विश्वास से उसे प्राप्त करने के लिए परमेश्वर की आत्मा अगुवाई करती है। അതിലേക്കായി ദൈവജനം ഒരുങ്ങട്ടെ, പ്രാർത്ഥിക്കട്ടെ, തയ്യാറാകട്ടെ. उसके लिए प्रभु के लोग जो है प्रार्थना करे, तैयार रहे। കാരണം നമ്മൾ ഈ നാളുകളിൽ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ചാണ് പഠിച്ചുകൊണ്ട് വന്നത്. क्योंकि इन दिनों में हम मसीह जिंदगी के बारे में पढ़ते आ रहे हैं। ആമേ, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അത് എന്താണ്, അത് എങ്ങനെയാണെന്നുള്ള ചില പോയിന്റുകൾ നമ്മൾ പഠിച്ചു വരികയായിരുന്നു. मसीह जिंदगी क्या है, वो कैसा है करके हम पढ़ के आ रहे हैं। അത് അനുസരണത്തിൽ കൂടെ അനുഗ്രഹം പ്രാപിക്കുന്ന ഒന്നാണ് ക്രിസ്തീയ ജീവിതം. वो जो है आज्ञाकारी होके उसके द्वारा अनुग्रह प्राप्त करने का है मसीह जिंदगी। അത് ക്രിസ്തുവിനെ അനുസരിക്കുന്നതോടൊപ്പം അനുഗ്രഹത്തിൽ വർദ്ധിച്ചു വരുന്നതാണ് ക്രിസ്തീയ ജീവിതം. मसीह को मानते हुए जब तुम वचन को मानते हो वो मसीह जिंदगी है। ആ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ശക്തിയുടെ ജീവിതമാണ്. जब वो जो है वो शक्ति का जिंदगी है। അത് ബലഹീനതയുടെ ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ശക്തിയുടെ ജീവിതം. मसीह जिंदगी जो है वो बंधुता का नहीं है, लेकिन शक्ति का जिंदगी है। കാരണം അത് ആരംഭിച്ചത് ശക്തിയിലാണ്. जो शक्ति शुरुआत हुआ है। പരിശുദ്ധാത്മാവെന്ന ആമേൻ ത്രിയേക ദൈവത്തിന്റെ വെളിപ്പെടൽ, जो पवित्र आत्मा जो त्रिएक परमेश्वर का जो प्रकट होना, ആമേൻ, ആ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ ജനം ശക്തി പ്രാപിച്ചു എന്ന വചനം പറയും. करके आने समय जो लोग शक्ति प्राप्ति करके बोला है। അങ്ങനെയെങ്കിൽ ആ ശക്തിയിൽ ആരംഭിച്ച ജീവിതം ऐसा है तो वो जो है वहां पर शुरू हुआ वो जिंदगी, അത് ഒരു ശുശ്രൂഷയുടെ അനുഭവത്തിലേക്ക് നീങ്ങി. वो एक जो है अगुवाई में चला गया। അത് ആ ശുശ്രൂഷയുടെ ജീവിതത്തിലേക്ക് മുന്നേറുമ്പോൾ वो सेवकाई की जिंदगी में जाने के समय അത് ത്യാഗത്തിന്റെ ജീവിതമായി മാറി. त्याग का जिंदगी होते गया। ആ ത്യാഗത്തിന്റെ ജീവിതം त्याग का जिंदगी ഒരു വേർപാടിന്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നു. वो जो है बिछड़ जाना उसके इसमें हो जाता है। ആമേൻ, ഒരു വേർപാട്, ഒരു വേർതിരിവ്, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ഒരു വ്യത്യസ്തമായ രീതിയിലേക്ക് മുന്നേറുവാൻ ഉള്ള ജീവിതമായി മാറി. बाकी उसे एक अलग तरीके से जो है रहने का ही जिंदगी हो गया। കാരണം ക്രിസ്തുവിനോട് അടുക്കും തോറും പലതും നമ്മൾ വിട്ടുകളയേണ്ട ഒരു അവസ്ഥ. क्योंकि मसीह के साथ होते होते बहुत सारी बातें हम छोड़ देते हैं। ക്രിസ്തുവിനോട് അടുക്കും തോറും നമ്മുടെ ജീവിതത്തിൽ ചിലതെല്ലാം ആമേൻ പുറന്തള്ളി വേറെ ചിലത് സ്വീകരിച്ച് മുന്നേറുന്ന ഒരു അവസ്ഥ. मसीह के होने के समय कुछ बातों को छोड़ के और ऐसे आगे बढ़ने का वो अवस्था। അത് പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനങ്ങളുടെ അവസ്ഥയിൽ കൂടെ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. पहला नियम में इजराइलों का इससे हम देख सकते हैं। കാരണം ഇസ്രായേൽ ജനങ്ങൾ ദൈവസന്നിധിയിൽ ഹോരേബ് പർവ്വതത്തിന് അടുത്ത് വന്നപ്പോൾ ചിലതെല്ലാം അവർ ഉപേക്ഷിച്ചു. इजराइल जन ऐसा आने के समय कुछ चीजें लोग ने छोड़ दिया। നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ചിലതെല്ലാം വലിച്ചെറിയേണ്ടി വരും. परमेश्वर के चरण में आने समय हमें कुछ बातें जो है छोड़ देना होगा। അങ്ങനെ ലോകപരമായ അവസ്ഥയിൽ നിന്ന് ഒരു വേർപാടിന്റെ അവസ്ഥയിലേക്ക് മടങ്ങി വന്നു.
तो ऐसा जो है दुनिया का जो है इससे परमेश्वर से एक साथ होने के समय एक अलग होके जीना। ആ വേർപാടിന്റെ ജീവിതം നയിച്ചു വരുമ്പോൾ തന്നെ അവിടെ പറയുന്നത് അത് കഷ്ടതയുടെ ഒരു ജീവിതമാണ്. वो अलग होके जीने के समय उधर ही बोला गया है कि वो कष्ट भरा वो जिंदगी होगी। ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് കഷ്ടതയുടെ ജീവിതമാണ്. क्योंकि पिछले दिनों में हम सोचा था कि कष्ट वाला जो जिंदगी है। കാരണം പത്രോസ് പറയുന്നു, ആമേൻ, കഷ്ടത അനുഭവിക്കാനുള്ള വരം ലഭിച്ചവരാണ് ദൈവമക്കൾ. तो पतरस कहता है कि तुम जो कष्ट प्राप्त करने का वरदान मिला गया അത് ഓരോരുത്തരുടെ ജീവിതത്തിലും വിവിധമാകുന്ന രീതിയിലുള്ളതായിരിക്കും. वो हर एक की जिंदगी में अलग अलग रीति में होगा। ആ കഷ്ടത എല്ലാവരുടെ ജീവിതത്തിലും ഒരുപോലെയല്ല അനുഭവിക്കുന്നത്. वो जो हुआ है मुश्किल वो सभी लोगों के जीवन में एक जैसा नहीं रहेगा। കാരണം ദൈവവചനം നമുക്കത് വെളിപ്പെടുത്തി തരുന്നുണ്ട്. परमेश्वर वचन बताता भी है। ആമേൻ. ഇരമ്യാവ് അനുഭവിച്ച കഷ്ടതയല്ല ഏലിയാവ് അനുഭവിച്ചത്. यिर्मयाह जो है अनुभव किया है वो कष्ट नहीं है, एलिय्याह ने अनुभव किया है। കാരണം ഇരമ്യാവ് അനുഭവിച്ച കഷ്ടത ഏലിയാവിന് കൊടുത്താൽ ചിലപ്പോ ഏലിയാവിന് അത് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരത്തില്ല. क्योंकि हो सकता है जो यिर्मयाह को दिया हुआ वो अगर एलिय्याह को देता ये- तो वो सह नहीं पाता। എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലും അതുപോലെ मेरे और आपकी जिंदगी भी ऐसे ही है। ഒരാൾക്ക് കൊടുക്കുന്നതല്ല വേറൊരാൾക്ക് കൊടുക്കുന്നത്. एक व्यक्ति को देने वाला नहीं दूसरे व्यक्ति को देना। നോക്കിയ പൗലോസ് പറയുന്നു, ഇയ്യോബ് അനുഭവിച്ചതായ കഷ്ടത അത് മറ്റു ഒരു വ്യക്തിക്ക് അത് കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. हम आयुब की किताबें देखते हैं कि अय्यूब ने जो है अनुभव किया वैसा कोई नहीं अनुभव किया। അത് അയ്യോബ് കടന്നുപോയ ജീവിത രീതി നമ്മൾ നോക്കിയാൽ അത് ചിലപ്പോ നമുക്ക് ആർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. तो हम देखते हैं अय्यूब के बारे में, हम देखते हैं कि हमें जिंदगी में किसी के साथ भी होगा तो हम नहीं कर पाएंगे। ആകയാൽ ഓരോരുത്തരുടെ ജീവിതത്തിലും ഈ കഷ്ടതകളുണ്ട്. इसलिए हर एक जन की जिंदगी में कष्ट है। അത് പല രീതിയിലാണ് അവർ അനുഭവിക്കുന്നത്. वो अलग अलग रीति से वो लोग अनुभव कर रहे हैं। അതില്ലാത്ത ഒരു വ്യക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. वो नहीं है ऐसा कोई व्यक्ति होगा नहीं, അവൻ എല്ലാവരുടെ ജീവിതത്തിലും അത് അനുഭവിക്കുന്നു. सबकी जिंदगी में ऐसा होता है। എന്നാൽ ആ കഷ്ടതയുടെ ജീവിതം നയിക്കുമ്പോഴും और जो कष्ट का जिंदगी चलाने के समय भी ദൈവവചനം പറയുന്നു അത് ജയത്തിന്റെ ജീവിതം. वो वचन कहता है कि वो विजय का है। ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ജയത്തിന്റെ ജീവിതം. और जिंदगी जो है विजय का जिंदगी है। ആമേ. ജയത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടെ അനുഭവിക്കുന്നതെല്ലാം നമ്മൾ ഇവിടെ വിട്ടിട്ട് പോകാനുള്ളത്. कि यहाँ पे अनुभव करने वाला सब कुछ हमें यही छोड़ के जाना है। ആമേ. പൗലോസ് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. पर उसके बारे में बताते हैं। ആമേ. പൈസലോ അതിനായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. और जिसने हमें इसी बातें के लिए तैयार किया है वो परमेश्वर है जिसने हमें बनाने में आत्मा दे दिया है। അപ്പൊ इന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്ന് പറഞ്ഞാൽ ആമേൻ, പ്രീസലോട് ക്രിസ്തീയ ജീവിതം അത് ജയ ജീവിതമാണ്. हमारा आजकल जो है विषय भी है कि मसीह जिंदगी वो विजय का जिंदगी है। അതെ, പ്രീസലോട് നമുക്ക് ആമേൻ ജയിക്കുവാനുള്ള ജീവിതമാ ക്രിസ്തീയ ജീവിതം. हमें जो है जीतने का जिंदगी है, विषय जो है ये मसीह जिंदगी। എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു. हम जब भी देखते हैं यूहन्ना की किताब वहाँ पे यीशु मसीह ऐसे कहते हैं। ആ 16-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിൽ വരുമ്പോൾ हम 16 का 33 आयत में देखने के समय യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, अब हम देखते हैं कि यीशु मसीह बोलते हैं कि दुनिया में तुम्हें कष्ट होगा, എങ്കിലും ഞാൻ ആമേൻ നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. लेकिन तुम जो है ना डर रहो क्योंकि मैं दुनिया को जीत लिया। കാരണം ഈ ലോകത്തെ ജയിച്ച കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. क्योंकि जो है इसको जगह के परमेश्वर हमारे साथ है। അപ്പൊ നമ്മൾ ഏതെല്ലാം വിഷയങ്ങളാണ് ജയിക്കേണ്ടത്, ജയം നേടിയത്? हमें कौन सारे विषयों में विजय प्राप्त करना। യേശു ജയം നേടിയതുപോലെ നാം ജയിക്കേണ്ടിയിരിക്കുന്നു. यीशु मसीह विजय हुआ जैसे हमें भी विजय होना चाहिए। യേശു ലോകത്തെ ജയിച്ചു, यीशु मसीह जो है दुनिया को जीता, ജഡത്തെ ജയിച്ചു, जो है इस शरीर को जीता, പിശാചിനെ ജയിച്ചു, शैतान को जीता, പാപത്തെ ജയിച്ചു, पाप को जीता, യേശു സകലത്തെയും ജയിച്ചു, इसमें सबको जीता, അവസാനം മരണത്തെയും ജയിച്ചു. आखिर में मृत्यु को भी जीत लिया। അപ്പൊ നമ്മൾ മരണത്തെ ജയിക്കാനുള്ളവരാ. तो हमें मृत्यु को जीतने वाले होने चाहिए। അങ്ങനെയെങ്കിൽ ഒരു ജയ ജീവിതം നയിക്കുവാനാണ് ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുന്നത്. ऐसा है तो इस जीवित जो जिंदगी जीने के लिए परमेश्वर ने बुलाया है, ഒരു പരാജയ ജീവിതം നയിക്കുവാനല്ല. एक हार का जिंदगी जीने नहीं। എന്നാൽ അനേകരുടെ ജീവിതം നോക്കുമ്പോൾ ഒരു പരാജയ ജീവിതമായി പോയിക്കൊണ്ടിരിക്കും. लेकिन बहुत लोग जिंदगी देखने समय वो जो हार का ही जिंदगी देखते हैं। ആ ക്രിസ്തീയ ജീവിതം പരാജയത്തിന്റെ അല്ല, ജയത്തിന്റെ ജീവിതമാണ്. तो मसीह की जो है हार का नहीं लेकिन विजय का है। എന്തെന്ന് ചോദിച്ചാൽ യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ये यीशु मसीह ने बोला कि तुम जो है दुनिया में दुख होगा लेकिन तुम धैर्य रहो क्योंकि मैं दुनिया को जीत लिया है। എങ്ങനെയാ ലോകത്തെ ജയിച്ചത്? कैसे दुनिया को जीतता है? അവരുടെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ अच्छी किताब हम पढ़ते उसका 4 पढ़ने के समय ആ 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. 4 का 28 में ऐसा लिखा है। ആമേൻ. പിന്നെ യേശു
അവനെ ഏറ്റവും ആമേൻ പിശാച് യേശുവിനെ ഏറ്റവും ഉയർന്ന ഒരു മലയിൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും മഹത്വത്തെയും കാണിച്ചു. तो वहां पे हम देखते हैं कि फिर शैतान उसे एक बहुत ऊंचे पहाड़ पहाड़ पर ले गया और सारे जगत के राज्य और उसके विभाग देखकर എന്നിട്ട് യേശുവിനോട് പറയാ, നീ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെയും ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. फिर वो यीशु मसीह कहता है कि तू अगर जो है दंडवत करेगा मुझे तो सब कुछ मैं तुम्हें दे दूंगा। പിശാച് പലപ്പോഴും നമ്മെ ഈ ലോകത്തിന്റെ മായ വിലാസങ്ങളിൽ കൊണ്ടുപോകും. शैतान जो है कई बार हमें इस दुनिया के इसमें चले जाता है। ആമേൻ, നീ ഒന്ന് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും ഞാൻ നിനക്ക് തരാം. तो एक बार तुम अगर जो है दंडवत करेगा सब कुछ मैं तुम्हें दे दूंगा। ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ ജനത്തിന്റെ നെട്ടോട്ടം അതിലേക്ക് വേണ്ടിയാണ്. तो हम देखते हैं जिंदगी में जो है लोग यहाँ पे जा रहे हैं इसकी वजह से। ആമേൻ, ഈ ഒന്നുകൂടെ പറഞ്ഞാൽ പൗലോസ് നഷ്ടപ്പെടുത്തിയതിനെ നേടുവാനുള്ള ഓട്ടം. और एक बार अगर बोलेंगे तो पौलुस जो है नष्ट कर दिया वो जो है जो वो पाने के लिए जो दौड़ है। കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലരുടെ കഴിഞ്ഞ ചില വർഷങ്ങളായി ഞാൻ പലരുടെ മെസ്സേജ് എന്നെ ശ്രദ്ധിക്കാം. पिछले कुछ सालों से मैं कुछ लोगों का मैसेज देख रहा था। പലരും പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, कई बार लोग जो है भाषण देने से वैसे कहते हैं ആമേൻ, നിങ്ങൾ ആത്മീയത്തിന് വേണ്ടി ഓടുക, ഭൗതികത്തിന്റെ പിന്നാലെ ഓടരുത്. तुम आत्मीयता के पीछे भागिए भौतिक है। അത് ശരിയാ, वो सही है, അത് പറയണം. वो बोलना है, പക്ഷെ ആരാ പറയേണ്ടെന്നറിയാം. कौन बोलना पता है। എല്ലാം നേടിക്കഴിഞ്ഞവരാ പലപ്പോഴും പറയണത് നിങ്ങൾ അതിലേക്ക് വേണ്ടി ഓടരുതെന്ന്. बहुत समय जो है सभी लोग सभी कुछ प्राप्त किया वो लोग बोलते हैं कि तुम नहीं भागो। എനിക്ക് സ്വന്തമായി ഭവനം, ഞാൻ ഒരു സമയത്തൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ ഭവനം കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി, അതുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടി ഓടരുത്, ദൈവം തരും. कि कुछ लोग जैसे बोलते हैं कि मैं जो है इसके लिए भागा उसके लिए भागा इसलिए तुम जो है बारिश जरूरत नहीं पहुंचने में दे देगी। ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. मैं सोचता हूँ उसके बारे में। അവർ ഒരു സമയത്ത് ഇതിലേക്ക് വേണ്ടി ഓടിയാണ്. एक समय वो लोग इसके लिए भाग रहे थे। എന്റെ മാതാവ് ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് പറയും, माता ऐसे एक कहावत कहती है, ഉണ്ട് കഴിഞ്ഞവന് ഉറങ്ങാനുള്ള ധൃതിയാണ്, जो खा लिया है उसको सोने की घाई है, ഉണ്ണാത്തവന് ഉണ്ണാനുള്ള ധൃതിയാണ്. जो नहीं खाया उसको खाने की घाई है। അതാ ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ കാണുന്നത്. वैसा हम जिंदगी में देख रहे हैं। ആമേൻ, ലഭിച്ചവർ മറ്റുള്ളവരോട് പറയുന്നു, നിങ്ങൾ അതിന്റെ പിന്നാലെ ഓടരുത്, ഓടരുത്. जिसको मिल गया वो दूसरे को कह रहा है कि तुम उसके पीछे मत जाओ कर। ഓടരുതെന്ന് പറയുന്നത് ശരിയാ. नहीं भागना करके बोला सही है। അത് പ്രാപിക്കാത്ത വ്യക്തി പറഞ്ഞാൽ അതിൽ കുറച്ചുകൂടെ ആത്മാർത്ഥതയുണ്ട്. वो जो है प्राप्त व्यक्ति बोलने से उसमें और सच्चाई है। എന്റെ ജീവിതത്തിന്റെ ദൈവം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിന് തരുമെന്ന് പറയുന്നതിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ട്. तो मेरी जिंदगी में मुझे मिला करके मुझे विश्वास था मिल गया, ऐसे तुम्हारी जिंदगी में विश्वास होना चाहिए करके ऐसा होना चाहिए। നമ്മൾ ഈ ലോകത്തിലുള്ളതിന് വേണ്ടിയല്ല നമ്മുടെ ഓട്ടം ആയിരിക്കേണ്ടത്. क्योंकि हमारे दुनिया का दौर जो इस दुनिया की चीजों के नहीं होना चाहिए। എന്നാൽ ദൈവ സന്നിധിയിൽ നമ്മൾ വിശ്വസ്തയോടെ നിന്ന് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നമുക്ക് ആവശ്യമുള്ളത് ദൈവം നൽകും. जिंदगी में हम ऐसा खड़े रहेंगे तो जो हमें जरूरत है परिचय देंगे। ഞാനത് വിശ്വസിക്കും. विश्वास करता है, എന്നാൽ അതിന്റെ പിന്നാലെയല്ല നമ്മൾ ഓടേണ്ടത്. क्योंकि उसके पीछे में नहीं भागना है। നമ്മുടെ ഓട്ടം ക്രിസ്തുവിന്റെ പിന്നാലെ ആയിത്തീരും. हमारा मसीह के पीछे होना चाहिए। അവൻ യേശുവിന്റെ മുമ്പാകെ ഈ ലോകത്തിലുള്ള സകലത്തെയും കൊണ്ട് കാണിച്ചു. तो वहां पे जो है सभी कुछ दिखाया यीशु मसीह को। ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആരുടെ മുമ്പേ ആരാണ് ഇതെല്ലാം കാണിക്കുന്നത്? सोच के देखिए कौन किसके सामने दिखा रहा है। സകലത്തെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മുമ്പെയാണ് പിശാച് കൊണ്ട് കാണിക്കുന്നത്. सब कुछ सृष्टि किया हुआ जो परमेश्वर के सामने शैतान के दिखाता है। എന്നാൽ യേശുവിനോട് പറഞ്ഞു, "നീ ഒന്ന് നമസ്കരിച്ചാൽ ഇതൊക്കെയും ഞാൻ നിനക്ക് തരാം." लेकिन यीशु से कहते हैं कि तुम दंडवत करे सब कुछ तुम्हें दे दूंगा। പലപ്പോഴും ജഡത്തിന്റെ പ്രലോഭനങ്ങൾ നമ്മെ പാപത്തിലേക്ക് തള്ളിയിടും. कई बार जो है ये जो शरीर का जो है लोभ है जो हमें पापों की ओर लेके जाता है। അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഈ ശരീരത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചു കഴിഞ്ഞാൽ മരണം നിശ്ചയമാണ്. तीसरे वचन कहता है तुम शरीर के इसमें तुम जियोगे तो मृत्यु होगा ही। പക്ഷേ ശരീരത്തിന് വേണ്ടിയല്ല നമ്മൾ ജീവിക്കേണ്ടത്, हम शरीर पे नहीं जीना है, നമ്മൾ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. हम आत्मा को जो है सोच के हमें जीना है। കാരണം ദൈവവചനം പറയുന്നു, ശരീരത്തിന്റെ അഭിലാഷം, ശരീരത്തിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് മരണമാണ്. क्योंकि वहां पे जो है पौलुस कहता है कि शरीर का जो इच्छा है वो मौत है। അതെ, ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ गलातियों की किताब जाने के समय ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്നു. आत्मा में जो है आज्ञाकारी होकर आगे बढ़ा करके पौलुस कहता है। മാത്രമല്ല ഗലാത്യർ 5-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ गलातियों की किताब में हम देखने से वापस ऐसा पढ़ते हैं। പറയുന്നത് ഈ ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. तो वहां पे ऐसा लिखा है कि जो मसीह यीशु में के हैं उन्होंने शरीर को उसकी लालसा और अभिलाषा और समझ
क्रूस पर चढ़ा दिया है। ആരാ ഇത് ക്രൂശിൽ തറച്ചത്? कौन चढ़ा दिया है? ആമേ ക്രിസ്തു യേശുവിനുള്ളവർ. जो यीशु मसीह में है। ആമേൻ. യേശുവിനുള്ളവർ, യേശുവിൽ വസിക്കുന്നവർ, അതെല്ലാം കുരിശിൽ തറച്ചതാ. जो कुछ यहाँ पे है वो सब क्रूस पे डाल दिया है। അവർ പിന്നെ പിശാചിനെ അതിലേക്ക് തള്ളിവിടാൻ കഴിയത്തില്ല. शैतान को उसमें डाल नहीं सकते। ഏതെല്ലാം പ്രലോഭനങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നാലും कितना ही प्रलोभ उनके मन में आ जाए, അതെല്ലാം ജയിക്കുവാൻ കഴിയും. वहाँ सब कुछ से जो है जिता देगा। അത് ഒന്നാമത് നമ്മൾ ജയിക്കേണ്ടത് ആമേൻ ഈ ലോകത്തെ ജയിക്കണം. पहली बात हमें जीतना है, इस दुनिया को जीतना है। ആമേ രണ്ടാമത് ആമേ ദൈവവചനം നമ്മെ പറയുന്നത് നമ്മൾ ഈ ജഡത്തെ ജയിക്കണം. दूसरा हम देखते हैं कि ये जो है शरीर को जीतना है। പലപ്പോഴും ഈ ജഡമാണ് നമ്മെ ആമേ പ്രൈസ് ദി ലോർഡ് ക്രിസ്തുവിൽ നിന്നും അകറ്റുന്നത്. कई बार ये जो है जीता, ये जो है शरीर है जो हमें दूर हटा देता है। കാരണം ദൈവവചനം പറയുന്നു ജഡ സ്വഭാവമുള്ളവർ ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ കഴിയത്തില്ല. परशु वचन कहता है कि जो है जो आत्मा में नहीं चल सकता अगर जो शरीर का स्वभाव रहेगा तो। ജഡ സ്വഭാവമുള്ളവർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. शरीर का स्वभाव रहेगा तो तुम जो परमेश्वर को पसंद नहीं कर पाओगे। അതുകൊണ്ട് ജഡത്തെ നമ്മൾ ആമേൻ ജഡത്തെ ജയിക്കണം. तो इसीलिए हमें जो है इस शरीर पे जीतता है। നമ്മുടെ ആത്മാവും ഈ ശരീരവും തമ്മിൽ എപ്പോഴും ഒരു പോരാട്ടമുണ്ട്. हमारी आत्मा और शरीर जो हमेशा एक युद्ध में रहती है। ആമേൻ. നിങ്ങൾ എത്ര പേർക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞോന്ന് അറിയത്തില്ല. कितने लोगों को समझा करके नहीं पता। ഞാൻ ഇങ്ങനെ ചില സമയത്ത് ആ ശബ്ദം ആമേൻ ആത്മാവും ശരീരവും തമ്മിലുള്ള സംസാരം കേൾക്കാറുണ്ട്. कई बार जो है इस आत्मा और शरीर का वो जो है बातचीत में सुन सकते हैं। എന്റെ ആത്മാവും ശരീരവും തമ്മിൽ വാദിക്കുന്നത് ആമേൻ യുദ്ധം ചെയ്യുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. जो है मेरा आत्मा और शरीर जो है युद्ध जैसे बात करें वो सभी हमने अनुभव किया है। ശരീരവും ആത്മാവും തമ്മിൽ സംസാരിക്കുന്ന ആ സംസാരം എനിക്ക് അനുഭവിക്കാൻ കഴിയും. शरीर और आत्मा के बीच में कोई बातचीत मैंने अनुभव किया है। കാരണം ഇത് രണ്ടും തമ്മിൽ തമ്മിൽ ശത്രുത്വം. क्योंकि ये एक दूसरे के साथ शत्रु में है। ഒന്ന് വേറൊന്നിനോട് വിരോധമായി നിൽക്കുന്നത്. एक जो दूसरे विरोध में है। ശരീരം എപ്പോഴും ആത്മാവിന് വിരോധമായി നിൽക്കുന്നത്. शरीर हमेशा जो आत्मा के विरोध में रुका। അതുകൊണ്ട് ദൈവവചനം പറയുന്നു ഈ ലോകത്തിലുള്ള ആ ശരീരത്തിൻ്റെതായ പ്രവർത്തികളെ നമ്മൾ മരിപ്പിക്കണം. वचन कहता है कि शरीर की बातों को हमें जो है हटा देना है। ആമേൻ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 3-4 വാക്യം വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാം. मत्ती किताब में हम जब पढ़ते हैं हम देखते हैं। ആമേൻ. 4-ാം അധ്യായത്തിന്റെ 3-4 വാക്യത്തിൽ പിശാച് യേശുവിനോട് സംസാരിക്കുന്നത് കാണാൻ കഴിയും. इसका 4था अध्याय में हम देखते हैं यीशु से बात करते हैं। യേശു ഉപവാസത്തിലിരിക്കുമ്പോൾ യേശുവിനോട് പറയുക ഈ കല്ലിനെ നീ അപ്പമാക്കുവാൻ കൽപ്പിക്കുക. यीशु से पास में रहने के समय वो बोलता है कि तुम इस पत्थर को रोटी बनाओ। ശരീരത്തിന്റെ അഭിലാഷത്തെ വർദ്ധിപ്പിക്കുവാനുള്ള പ്രോത്സാഹനം. तो शरीर की जो है अभिलाषा जो है उसको बढ़ाया है, उसके लिए जो प्रोत्साहन। എന്നാൽ യേശു അതിനെ അതിജീവിച്ചു. लेकिन यीशु मसीह उसको पार किया। ആ ശരീരത്തെ അല്ല ബലപ്പെടുത്തേണ്ടതിന് ആത്മാവിനെയാണ് ബലപ്പെടുത്തേണ്ടത് യേശു വെളിപ്പെടുത്തി. जो वो शरीर को नहीं बल्कि आत्मा को देना है करके यीशु मसीह ने प्रकट किया। ആ യേശു പറഞ്ഞു മനുഷ്യൻ കേവലം അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനം കൊണ്ട് ജീവിക്കുന്നത്. यीशु मसीह ने कहा कि जो मनुष्य केवल रोटी से नहीं लेकिन वो जो आने वाले सारे वचन से भी। അപ്പൊ യേശു ആമേൻ ആ ജഡത്തെയും ജയിച്ചു. तो यीशु मसीह उस शरीर पे जो विजेता लिया। ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ ജഡ അഭിലാഷങ്ങളെ മരിപ്പിക്കേണ്ടിയിരിക്കുന്നു. प्रभु के बच्चों को जब हम देखते हैं कि वो शरीर की अभिलाषा को मार देना चाहिए। കാരണം ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവൻ. क्योंकि जो है शरीर का है वो मृत्यु है और आत्मा का है वो जीवन ഈ है। ജഡം നമ്മെ ആമേൻ മരണത്തിലേക്ക് നയിക്കുമ്പോൾ ये जो है शरीर जो है हमें लेके जाने के समय, ആമേൻ എന്നാൽ ആത്മാവ് നമ്മെ ജീവനിലേക്ക് കൊണ്ടുപോകും. लेकिन आत्मा हमें जीवन क्यों लेके जाता है? ആമേൻ. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ जब ये गलातिया किताब में आने समय हम देखते हैं, 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ വരുമ്പോൾ जब भी हम उसका वचन में आने के समय അവിടെ നമ്മൾ കാണുന്നു 5-17 में हम ജഡ देखते हैं, അഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. तो वहां पे हम वचन में से देखते हैं कि क्योंकि शरीर आत्मा के विरोध में है और आत्मा शरीर के विरोध में है, लालसा करती है और एक दूसरे से विरोधी है, इसलिए कि जो तुम करना चाहते हो वह जान के करना पाए। നോക്കിയേ ആമേൻ. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം ഇവ തമ്മിൽ പ്രതികൂലമാകുന്നു. सोच देखिए, तुम जो आगे दे रहे हो वो नहीं आने की जैसा होता है। ആത്മാവ് പലപ്പോഴും പലതും ചെയ്യുവാനുള്ള താല്പര്യം കാണിക്കുമ്പോൾ आत्मा हमेशा कई बातें करने का वो इच्छा करने के ഈ समय ജഡം ഈ ശരീരം നമ്മെ അതിൽ ബലഹീനമാക്കുന്നു. शरीर जो है उसमें हमें बलहीन कर देता है। ഇന്നൊരു 2 മണിക്കൂർ പ്രാർത്ഥിക്കണമെന്ന് ആത്മാവ് പ്രേരിപ്പിക്കും. जो है आज हमें प्रार्थना करने करके आत्मा जो याद दिलाता है। ആമേ. ശരീരം പറയും നീ ബലഹീനനാ, ഇന്ന് നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല.
जो है शरीर क्या है बोलते हैं कि तुम वही हो, आज तुम नहीं कर सकते हो, ഇന്ന് ചെയ്യേണ്ട നാളെ ചെയ്യാമെന്നത് മാറ്റിവെക്കും. आज मत करो कल करो करके वो अलग करती है। ഇങ്ങനെ ശരീരം നമ്മെ ആത്മാവിൽ നിന്നും അകറ്റുവാൻ ശ്രമിക്കുക. शरीर हमें आत्मा से दूर करने की कोशिश करती है। ഇവിടെ वचനം പറയുന്നു, ये वचन कहता है, ആത്മാവിന് അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. वहां पे ऐसा लिखा है, अगर यदि तुम आत्मा के चलाए चलते हो तो व्यवस्था के अधीन नहीं रहे। അപ്പോൾ ദൈവ പൈതൽ നടക്കേണ്ടത് ആത്മാവിനെ അനുസരിച്ചാണ്, लेकिन परमेश्वर का जो चलना चाहिए वो आत्मा के अनुसार है, ജഡത്തിന്റെ ഇഷ്ടപ്രകാരമല്ല. जो है शरीर के जो इच्छा के ऐसा नहीं है। കാരണം ശരീരത്തിന്റെ ഇഷ്ടപ്രകാരം നടന്നാൽ മരണം നിശ്ചയം. तो शरीर के जो हिस्से चलते हैं तो मृत्यु होगा ही। താഴോട്ട് നമ്മൾ നോക്കുമ്പോൾ ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. पीछे हम देखेंगे तो शरीर के बारे में बताया गया है। എന്നാൽ അതെല്ലാം യേശു ക്രിസ്തുവിലുള്ളവർ ആ ജഡത്തിന്റെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചു കഴിഞ്ഞു. तो वहां पे हम देखते हैं, लेकिन जो है जो कुछ भी शरीर की बातें हैं वो सब कुछ उस क्रूस में ही उसी के साथ चढ़ाया गया था। അപ്പൊ യേശുവിനോട് കൂടെ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് കഴിഞ്ഞവരാണ് യേശുവിലുള്ളവർ. तो जो कोई जो है इस क्रूस पे जो है लगा दिया है और पीछे हुआ है वो यीशु मसीह के लोग हैं। പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ നമ്മൾ ലോകത്തെയും ജയിക്കണം, ഈ ജഡത്തെയും ജയിക്കണം. वैसा है तो हमें जो है इस जो है दुनिया को जीतना है और इस जड़ में भी जीतना है। യേശു പിശാചിനെ ജയിച്ചു. यीशु मसीह शैतान को विजय प्राप्त किया। മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. वहां पे हम जो मत्ती की किताब में हम इसके बारे में देखते हैं। ആമേൻ. യേശുവിന്റെ അടുക്കൽ പരീക്ഷകമായി കിടന്നു വന്നവനെ, यीशु मसीह के सामने जो है प्रश्न से आया हुआ, ആമേൻ, യേശുവിനെ പരീക്ഷിക്കുമ്പോൾ जो है यीशु मसीह को परखने के समय ആമേൻ യേശു പറഞ്ഞു, സാത്താനെ നീ എന്നെ വിട്ടുപോ. यीशु मसीह ने कहा कि शैतान से दूर हो जा। വചനം പറയുന്നു, പിശാചിനെ വിട്ടുമാറി ദൂതന്മാർ അവനെ വന്ന് ശുശ്രൂഷിച്ചു. तो वहां पे हम देखते हैं कि शैतान उनको छोड़ चला गया, दूत भेज के उनको बचा दिया। യേശു പിശാചിനെ ജയിച്ചു. जो है यीशु मसीह उस शैतान से विजय प्राप्त അങ്ങനെയെങ്കിൽ किया। നാമും ഈ സാത്താനെ ജയിക്കണം. ऐसे आज भी हमें शैतान से विजय प्राप्त। ആമേൻ. പിശാചിന്റെ മേലെ നമുക്ക് അധികാരമുണ്ട്. तो है जो हम देखते हैं कि उसके ऊपर अधिकार है। അവനെ ആമേൻ ജയിച്ച കർത്താവ് നമ്മുടെ കൂടെയുള്ളപ്പോൾ वो जो है उसे जीता हुआ परमेश्वर हमारे साथ है तो ആമേൻ നമുക്കും അവനെ ജയിക്കുവാൻ കഴിയും. हम भी उसे जीत सकते हैं। കാരണം വചനം അതാ പറയുന്നത്. हम भी वचन ऐसा हम देखते हैं, वचन में भी यही लिखा है। ആമേൻ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ കടന്നു വരുമ്പോൾ उसी किताब पढ़ने के समय അതിന്റെ 2-ാം അധ്യായം 14-ാം വാക്യം 14 आयत അവിടെ ഇങ്ങനെ വായിക്കുന്നു, जिसे हम पढ़ते हैं, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തും മായിച്ച് കുരിശിൽ തറച്ച് നടുവിൽ നിന്നും നീക്കിക്കളഞ്ഞു. तो वहां पे हम देखते हैं वचन ऐसा कहता है, और विधियों का वह लेखा जो हमारे नाम पर हमारे विरोध में मिठा दिया और उसके क्रूस पर कीलों से जड़कर सामने से हटा दिया। അതെ, നമ്മുടെ പേരിൽ എഴുതി വച്ചിരുന്നത് ആമേ ന്യായവിധി അല്ലെങ്കിൽ നമ്മുടെ കുറ്റങ്ങൾ എഴുതി വെച്ചിരുന്നതിനെ യേശു കുരിശിൽ തറച്ചു. हाँ, वो जो हमारा नाम है या हमारी गलतियां जो लिखा गया है वो मसीह ने जो क्रूस पे लगा दिया। അത് കുരിശിൽ തറച്ചിട്ട് ആമേൻ യേശു ആമേൻ നമുക്ക് വിരോധമായി നിന്ന സകല നിയമങ്ങളെയും മാറ്റി. हाँ, तो वो ऐसा विरोध में होके जो हमारे विरुद्ध जो कुछ भी था सब कुछ यीशु मसीह ने हटा दिया। മാത്രമല്ല അടുത്ത് പറയുന്നത്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കുരിശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. और वहाँ पे लिखा है कि और उसने प्रधानों और अधिकारों को अपने क्रूस से उतार कर उनको खुल्लम खुल्ला तमाशा बना दिया। क्रूस के कारण उन पर आप जयकार का दुआई सुनाई। നോക്കിയേ, ഒരു विजയം നേടിയ കർത്താവ് നമ്മോട് കൂടെയുള്ളപ്പോൾ तो देखिए जो विजय प्राप्त है, परमेश्वर हमारे साथ है तो ക്രിസ്തീയ ജീവിതം അത് വിജയത്തിന്റെ ജീവിതമാണ്. जो हमारी जिंदगी वो विजय का जिंदगी होगा ही, പരാജയത്തിന്റെ ജീവിതമല്ല. वो जो हार का नहीं है। ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒന്ന് വായിച്ചു നോക്കിയേ. उत्पत्ति लेके प्रकाशन में पढ़ेंगे तो ആമേ എവിടെയും ദൈവഭക്തന്മാരെ ആമേ ജയിച്ച ചരിത്രമേ ഉള്ളൂ. कहीं पर भी हम देखते हैं कि मनुष्य के दास जो है वो जीते हुए यही हम देख सकते കാരണം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, हैं। प्रकाशित वाक्य में लिखा है, ജയിക്കുന്നവന് वो जो विजय प्राप्त करता ആമേ ജയിക്കുന്നവനാ കർത്താവ് ചെയ്ത് നൽകുന്നത്, वो जो विजय प्राप्त करता है उसे ये मिलेगा, പരാജയപ്പെട്ടവർക്കല്ല. हार गए नहीं। അപ്പൊ ഇത് പരാജയപ്പെടുവാനുള്ള കാരണം तो हारने का कारण आज ദൈവത്തിന്റെ വചനപ്രകാരം പോകാത്തത് കൊണ്ടാണ്.
परमेश्वर वचन के अनुसार नहीं जाते इसलिए, ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം പോകാത്തത് കൊണ്ട് പരാജയമടയുന്നത്. परमेश्वर की व्यवस्था के अनुसार नहीं है, इसीलिए वो जो है हार जाते हैं। എന്നാൽ ദൈവവചനം പറയുന്നു परमेश्वर वचन कहता है യേശു സകലത്തെയും ജയിച്ചു. यीशु में सब कुछ विजय प्राप्त, ആമേൻ. ആ ജയിച്ച കർത്താവ് നമ്മോട് കൂടെയുള്ളപ്പോൾ वो जीता हुआ परमेश्वर हमारे साथ है, तो നമ്മൾക്ക് ഒരിക്കലും പരാജയം നേരിടേണ്ടി വരത്തില്ല. हमें कभी जो है जो हार नहीं होगा, കാരണം ഈ ലോകത്തിലെ ഒന്നും നമ്മെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. क्योंकि इस दुनिया में कुछ भी हमें हरा नहीं सकता है। ആമേൻ. പൗലോസ് പറയുന്നു ആമേൻ ഞാൻ ഇതിലൊക്കെയും ജയം നേടിയിരിക്കുന്നു. जो परमेश्वर के तय सब में विजय प्राप्त किया हुआ, ആമേൻ. ഈ ലോകത്തിലെ ഈ വരുന്ന എല്ലാ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളുടെ മധ്യേ എനിക്ക് വിജയമുണ്ട്. हम देखते हैं कि सभी जो है प्रश्न के बीच में भी मुझे विजय है। ആമേൻ. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഇല്ല എന്നല്ല പറയുന്നത്. प्रश्न प्रतिकूल नहीं है करके नहीं बोलता हूँ, ജീവിതത്തിലെ പലവിധമാകുന്ന പ്രതികൂലങ്ങൾ കടന്നു വരാം. परंतु जो है जिंदगी बहुत कुछ आने के समय, പക്ഷെ അന്തിമ വിജയം അത് ദൈവ പൈതൽ. लेकिन अंतिम से जो विजेता का है वो परमेश्वर के बच्चों के साथ, കാരണം നമ്മുടെ കൂടെയുള്ള കർത്താവ് ജയിച്ച കർത്താവ്. क्योंकि हमारे साथ जो है वो परमेश्वर को जो है वो जीता हुआ परमेश्वर है, പരാജയമടഞ്ഞ ദൈവമല്ല. वो जो है हार गया सही है, മരിച്ച് അടക്കപ്പെട്ട് നശിച്ചുപോയ ദൈവമല്ല. जो है मृत्यु होके से नाश हो गया हुआ नहीं, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. मृत्यु होके जो है वो वापस से जी उठे परमेश्वर। ഇങ്ങനെ ഒരു ദൈവം ആരാ ഉള്ളത്? वहां पे हम देखते हैं कि वैसा परमेश्वर हमारे साथ है, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരേ ഒരു ദൈവം യേശു ക്രിസ്തു മാത്രം. कि परमेश्वर वो यीशु मसीह है, മരണത്തെയും പാതാളത്തെയും ജയിച്ച मृत्यु और पाताल को विजय प्राप्त किया ആ है। കർത്താവ് ചോദിക്കുക മരണമേ നിന്റെ ജയം എവിടെ? वो मसीह पूछते हैं कि हे मृत्यु तुम्हारा जय का, ഈ പാതാളമേ നിന്റെ ജയം എവിടെ? हे पाताल तुम्हारा विजय का, ആമേൻ. മരണത്തെയും പാതാളത്തെയും ജയിച്ച കർത്താവ്. मृत्यु और पाताल को विजय प्राप्त किया। അങ്ങനെയെങ്കിൽ ആ ജയിച്ച കർത്താവ് നമ്മോട് കൂടെയുള്ളപ്പോൾ ऐसा है तो विजय प्राप्त है, परमेश्वर हमारे साथ है, तो നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. निराश नहीं होना है, നമ്മുടെ ചില വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചില്ല എന്ന് ഭാരപ്പെടേണ്ട കാര്യമില്ല. जवाब नहीं मिला करके बोझ नहीं उठाना है, ആ സകലത്തിന്മേലും നമ്മൾ ജയമെടുക്കാൻ उस പോകുക. सब पर हम विजय प्राप्त ആ होने वाले हैं, വിഷയങ്ങൾക്കെല്ലാം ദൈവം മറുപടി നൽകാൻ പോകുക. पर जो है आशीष देने वाले हैं। കഴിഞ്ഞ നാളത്തെ ദൈവസന്നിധിയിൽ ഇരുന്ന് നിലവിളിച്ചത്, जो है पिछले दिनों में परमेश्वर के चरणों में बैठ के जो आवाज किया, കഴിഞ്ഞ നാളുകൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചത്, परमेश्वर के चरणों में बैठ के जो प्रार्थना കഴിഞ്ഞ की, ദിവസങ്ങളിൽ ദൈവസന്നിധി ഉപവസിച്ചത്, परमेश्वर के चरणों में बैठ के जो उपवास किया, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ ഇത് എത്തിപ്പെടാൻ പോവുക. उसका पूरी करने में हम इतना भाग्य है। ആമേൻ. നമ്മൾ ആ നന്മകൾ പ്രാപിച്ചുകൊണ്ട് हम वो जो भलाई को प्राप्त करते हुए കർത്താവിനോട് കൂടെ ആയിത്തീരുമ്പോൾ जो मसीह के साथ होने के समय, അന്ന് നമ്മൾ ചോദിക്കും वहां पे हम पूछेंगे ഏ മരണമേ നിന്റെ ജയം എവിടെ? हे मृत्यु तुम्हारा जय कहाँ है, ആമേൻ. ഏ മരണമേ നിന്റെ ആമേൻ ജയം എവിടെ? हे मृत्यु तुम्हारा जय कहाँ है, ആമേൻ. ഹേ പ്രീശ്വരോട് ആ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? हे मृत्यु तुम्हारा जो है जय किधर है करके पूछेंगे। ആമേൻ. പ്രീശ്വരോട് അതെ മരണത്തെയും പാപത്തെയും ശാപത്തെയും ജയിച്ച കർത്താവ്, हाँ, मृत्यु पाप शाप सभी पे विजय प्राप्त किया, ലോകത്തെ ജയിച്ച കർത്താവ്, दुनिया को जीता परमेश्वर, ജഡത്തെ ജയിച്ച കർത്താവ്, जो है जो जड़ को जो है किया वो परमेश्वर, പിശാചിനെ ജയിച്ച കർത്താവ്, शैतान विजय प्राप्त किया, പാപത്തെ ജയിച്ച കർത്താവ് पाप को जीता परमेश्वर, നമ്മോട് കൂടെയുള്ളപ്പോൾ हमारे साथ रहने के समय, ഇതിലൊക്കെ നിന്ന് ജയം നേടുവാൻ നമുക്ക് കഴിയും. तो यहाँ पर हम देखते हैं कि ये सब में से हम भी विजय प्राप्त कर सकते हैं। യേശു പാപത്തെയും ജയിച്ചു. हाँ, यीशु मसीह पाप से विजय प्राप्त വചനം പറയുന്നു, പാപം എനിക്ക് സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ് ക്രിസ്തു. वचन कहता है कि पाप को छोड़ के सभी पर जो है परीक्षा हुआ है। നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പരീക്ഷകളും യേശു അനുഭവിച്ചതാണ്. हमारी जिंदगी में आने वाले सारे जो परीक्षा पे विजय प्राप्त किया, അതുകൊണ്ട് നമ്മുടെ പരീക്ഷകളിൽ നമ്മെ സഹായിപ്പാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. तो इसीलिए हमें जो है सहायता करने वाला परमेश्वर है। ആമേൻ. അതുകൊണ്ട് പറയുന്നു ക്രിസ്തീയ ജീവിതം ഒരു ജയ ജീവിതമാണ്. तो हम देखते हैं मसीह जिंदगी एक विजेता का जिंदगी है, അത് പരാജയത്തിന്റെ ജീവിതമല്ല പ്രിയമുള്ളവരെ. हार का जिंदगी नहीं है प्रिय, ആമേൻ. നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. निराश नहीं होना है। ആമേൻ. ഇതിനൊക്കെ ജയം നൽകുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ये सब में विजय प्राप्त करने के लिए परमेश्वर से होगा, നമ്മൾ ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. हम अपने आप को परमेश्वर को देना चाहिए, ക്രിസ്തുവിന്റെ ഹിതപ്രകാരം ഏൽപ്പിച്ചാൽ മതി. के अनुसार हमें छोड़ देना चाहिए। ക്രിസ്തു നടന്നതുപോലെ നടന്നാൽ മതി. सब मसीह चलते रहते चलना है, ക്രിസ്തുവിന്റെ അനുകാരിയായി ഇരുന്നാൽ മതി. मसीह के अनुकारी होना चाहिए। ദൈവ വ്യവസ്ഥ പ്രകാരം നമ്മൾ നീക്കുമ്പോൾ व्यवस्था कैसे जाने समय ഇതിലൊക്കെ ജയം നമുക്ക് നൽകി. सब में से विजय प्राप्त होता है। കാരണം ജയിച്ച കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ विजय प्राप्त किया परमेश्वर हमारे साथ है, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പരാജയം സംഭവിക്കില്ല. जीवन में कोई भी हार नहीं होगा। നമ്മൾ വിശ്വസ്തരായി നിൽക്കാമെങ്കിൽ विश्वास से रहेंगे तो നമ്മൾ ഒരിക്കലും പരാജയപ്പെടത്തില്ല. आप कभी हारेंगे नहीं। കാരണം ദൈവവചനം അതാ പറയുന്നത്. परमेश्वर का ऐसा कहता है, അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, पहले पौलुस कहता है ഞാൻ ക്രിസ്തുവിന് വേണ്ടി നിന്നതുകൊണ്ട്, मसीह में रुका इसीलिए, യേശുവിന്റെ വചനം നിന്നതുകൊണ്ട് मैं जो है मसीह के वचन के अनुसार जिया इसीलिए, യേശു ജയിച്ചതുപോലെ ഞാനും സകലത്തെയും ജയിക്കും.
मसीह विजय प्राप्त किया तो मैं विजय ഈ प्राप्त करूंगा। ലോകത്തിലെ എന്തൊക്കെ പ്രലോഭനങ്ങൾ കടന്നു വന്നാലും दुनिया में कितना भी जो प्रलोभ आ जाए, ആമേൻ അതിലൊന്നും വീണു പോകാതെ किसी में नहीं गिरते हुए വിശ്വസ്തയോടെ നിലകൊള്ളുവാൻ विश्वस्त होकर रहने के ഈ लिए ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. इन भविष्य में आशीष दे। ആമേൻ നമ്മൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് हम मसीह के हाथ में देंगे, നമ്മൾ വിശ്വസ്തയോടെ നിൽക്കാൻ തയ്യാറായ विश्वस्त होकर जिएंगे तैयार है तो നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ഒരുക്കമായിരിക്കും. हमारे लिए बड़े कार्य करने में भविष्य सहायता करेंगे। അത് ഈ മാസം തീരുന്നതിന് मुंब തന്നെ ये महीना खत्म होने के पहले ही ആമേൻ ദൈവം ചില നന്മകൾ നൽകാൻ പോകുകയാണ്. परमेश्वर कुछ भलाई देने वाले ദൈവം ചില അനുഗ്രഹങ്ങൾ പകരാൻ പോകുകയാണ്. जो है अनुग्रह देने वाले, ചില പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കാൻ പോകുകയാണ്. कुछ प्रार्थना का जवाब देने वाले। ഇതുവരെ നിങ്ങൾ കഷ്ടപ്പെട്ടത്, अभी तक तुमसे कष्ट किया था, ഇതുവരെ നിങ്ങൾ കണ്ണുനീർ വാർത്തത്, अभी तक तुमसे रोया था, ഇതുവരെ ഉപവസിച്ചത്, अभी तक तुम जो उपास दिया था, ആ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാൻ പോകുകയാണ്. सारे विषय को जो है जवाब मिलने वाले। വിശ്വാസത്തോടുകൂടെ സമർപ്പിക്കാൻ തയ്യാറായ, विश्वास से तुम सबको तैयार है तो വിശ്വാസത്തോടുകൂടെ ഏൽപ്പിക്കാൻ തയ്യാറായി കഴിഞ്ഞു विश्वास से तुम जो है देने तैयार है, ആ വിഷയത്തിന്റെ മറുപടികൾ നിങ്ങൾ ഈ നാടുകളിൽ ആമേൻ സ്വീകരിക്കും. वो विषय का जवाब तुम्हें मिलेगा, അതിന്റെ മറുപടി നിങ്ങൾ അനുഭവിക്കും. वो जवाब तुम अनुभव करेगी। അത് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത്. तुम्हारे परमेश्वर तैयार किया है, നിങ്ങളുടെ ആമേ കരഞ്ഞത് മതി, तुम्हें रोया बस हुआ, ആമേ നിങ്ങൾ വിലപിച്ചത് മതി, विलाप के बस हुआ, ആമേ നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ദൈവസഭയിൽ ഉപവസിച്ചത്, तुम जो है उपवास दिया हुआ, ദൈവസഭയിൽ ആമേ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത്, जो परमेश्वर के सामने അതെ रोने से हमने किया, നിങ്ങളുടെ നിലവിളി ദൈവസഭയിൽ എത്തിക്കഴിഞ്ഞു. तुम्हारा जो है परमेश्वर के पास पहुंचा। ആമേൻ. ആ ദൈവം ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടത കണ്ട ദൈവം, परमेश्वर इस्राएल जनता जो कष्ट देगा, അവരുടെ നിലവിളി കേട്ട ദൈവം, उनका जो है चिल्लाहट सुना, परमेश्वर അവരെ രക്ഷിപ്പാൻ സ്വർഗത്തിന്റെ മഹിമ വിട്ട് ഇറങ്ങി വന്നുവെങ്കിൽ उनको बचाने के स्वर्ग का वो महिमा छोड़ के आए हैं तो എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി मेरा अपने जीवन में जो है काम करने के लिए സ്വർഗീയ മഹിമ വെടിഞ്ഞ് जो स्वर्गीय जो है महिमा छोड़ के മനുഷ്യരൂപമെടുത്ത് मनुष्य का रूप लेकर തന്നെത്താൻ ശൂന്യമാക്കി अपने आप को जो शून्य में നമുക്ക് വേണ്ടി സകലവും ഏറ്റെടുത്ത കർത്താവ്, जो हमारे सब कुछ जो है ले लिया परमेश्वर, നമുക്ക് എതിരായി എഴുതി വെച്ചിരുന്ന എല്ലാ നിയമങ്ങളെയും കീറിക്കളഞ്ഞു जो है हमें जो लिखा हुआ नियम को सब हटाकर നമ്മെ സ്വതന്ത്രമാക്കിയ, हमें स्वतंत्र किया हुआ, നമ്മെ നമുക്ക് ജീവിതം തന്ന विजेता का जिंदगी दिया हुआ ആ കർത്താവ് ഇതാ ചിലതെല്ലാം ചെയ്യാൻ പോവുകയാണ്. मसीह कुछ करने वाले। ഈ ദിവസങ്ങളിൽ നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. इन दिनों में परमेश्वर के हाथ में हम देते हैं, ഇന്ന് പകൽക്കാലം നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, हम आंखें बंद करते हैं, ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. परमेश्वर के हाथ में देते हैं। ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചിലത് ചെയ്യാൻ പോകും. परमेश्वर हमारी जिंदगी में कुछ करने वाले हैं, നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? हम विश्वास कर सकते ഇന്ന് हैं। പകൽക്കാലം എല്ലാ സംശയങ്ങളെയും വിട്ട് आज जो है सारे जो है डाउट्स हटाकर ഇത് സംഭവിക്കുമോ എന്നുള്ള സകല ചോദ്യങ്ങളെയും തള്ളിക്കളഞ്ഞു ये जो होगा कि नहीं, ये जो है इसको दूर रखते हुए എന്റെ കർത്താവ് എന്നോട് പറഞ്ഞത് നിവർത്തിക്കും എന്ന് ഉറപ്പോടെ मेरा വിശ്വസിച്ചു. परमेश्वर करेगा करके जो है एकदम विश्वास से, एकदम विश्वास से। എത്ര പേര് ആ നന്മ പ്രാപിക്കാൻ ആഗ്രഹിക്കും? कितने लोग जो है इस जो है सच्चाई को जाने के എത്ര പേര് ഇന്ന് പകൽക്കാലം ഏൽപ്പിക്കാൻ തയ്യാറാണ്? कितने लोग तैयार है अपने को समर्पण करने के लिए। അത് കഴിഞ്ഞ നാളുകളുടെ അതിന്റെ പ്രാർത്ഥനയുടെ मറുപടി हाँ, पिछले दिनों में जो है प्रार्थना का जवाब എനിക്ക് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ലഭിക്കും. वो जो है मुझे अभी जो है इस दिन में होना चाहिए। ഞാനത് വിശ്വാസത്തിൽ പ്രാപിക്കുന്നു, मैं विश्वास करे प्राप्त करते ഞാൻ വിശ്വസിക്കുന്നു, हम विश्वास करते हैं, ഞാനത് പ്രാപിക്കുന്നു. हम प्राप्त करते എന്റെ ജീവിതത്തിൽ അതായി തീരണം. हमारे जीवन में होने चाहिए। എത്ര പേര് പ്രാർത്ഥിക്കാൻ ഒരുക്കമാണ്? प्रार्थना तैयार है, അവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാൻ പോകും. जो उनकी जिंदगी में परमेश्वर काम कर तैयार है। ഇത് വെറും ഒരു വാക്കല്ല, मुझे सिर्फ एक वचन नहीं, ദൈവത്തിന്റെ വാക്കാ. जो परमेश्वर का वचन है। വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. विश्वास से परमेश्वर वचन महिमा, തോൽവിയുടെ ജീവിതമല്ല. क्योंकि अभी जो हार की जिंदगी नहीं है, ഇതുവരെ തോറ്റത് മതി. अभी तक जो है हारा बस हुआ, ജനത്തിന്റെ മുമ്പ് തോറ്റത്, जो है दुनिया के सामने हार जाना, ശരീരത്തിന്റെ മുമ്പ് തോറ്റത്, शरीर में हार जाना, ലോകത്തിന്റെ തോറ്റത്, दुनिया में हार जाना, പിതാവിന്റെ മുമ്പ് തോറ്റത്, जो है शरीर के सामने हार जाना, പല വിഷയങ്ങളിലും തോറ്റുപോയ അനുഭവമാണോ? जो है कई विषयों में हार की अवस्था है। ഇന്ന് പകൽക്കാലം ഒരു വിജയത്തിലേക്ക് നയിക്കുവാൻ ദൈവമാക്കി. आज पे विजय का एक अनुसार जो परमेश्वर लेके जाना चाहिए। ഇതുവരെ നീ പലരും തോറ്റു കൊടുത്തത് മതി, अभी तक सब कुछ जो है तुमने हारा है वो बस हो गया, നീ നിരാശപ്പെട്ടത് മതി, निराश हुआ बस हो गया, നീ വ്യാകുലപ്പെട്ടത് മതി. व्याकुल हुआ बस हुआ। ഇന്ന് മുതൽ നീ ധൈര്യമായിരിക്കുക, अब से तुम जो धैर्य रहो, നീ ഒരു ധൈര്യം പ്രാപിക്കുക. धैर्य प्राप्त करो। യഹോവ നിന്റെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞു. परमेश्वर तुम्हारा प्रार्थना देख सुन लिया है, നിനക്ക് മറുപടിയുമായി ഇത് ഇറങ്ങി വരിക. जवाब से आ रहा है। അതെ, നീ കഴിഞ്ഞ നാളുകളിൽ വിലപിച്ച എല്ലാ വിഷയത്തിന്റെ മേൽ हाँ, तुमने जो है पिछले दिनों में जो है रोया हुआ हर एक विषय में ഒരു മറുപടി ഇതാ ദൈവം നൽകിയെത്തിരിക്കുക. एक जवाब जो परमेश्वर दे रहे हैं। ഉറപ്പോടെ വിശ്വസിക്കുക. ये जो है एकदम निश्चय से विश्वास करो, എടുക്കുക. उसे ले लो। ഇന്ന് പകൽക്കാലം അത് പ്രാപിക്കാം. अब आज सुबह से प्राप्त करो, ഇന്ന് പകൽക്കാലം അത് പ്രാപിക്കുക. आज सुबह से प्राप्त कीजिए। യേശുവിൽ നിന്ന് അത് പ്രാപിക്കുക. यीशु मसीह के नाम से അത് प्राप्त करें। തൈലുള്ള ലോകത്തിന്റെ വ്യക്തിയല്ല,
तो देखते हैं वो देने वाला जो दुनिया का कोई व्यक्ति नहीं ഈ है, ലോകത്തെ ജയിച്ച കർത്താവ് ये അതൻ. दुनिया को जीता हुआ ये मसीह देते हैं। ഇത് വൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാമോ? हम जो देने तैयार है क्या? പ്രാർത്ഥിക്കാമോ? प्रार्थना तैयार है क्या? വിശ്വാസത്തോടെ विश्वास से, വിശ്വാസത്തോടെ विश्वास से പ്രാപിക്കുവാനുള്ള ഒരുക്കത്തോടെ प्रार्थना की जो है तैयारी, ഇന്ന് വൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാമോ? आइए हम अपने आप को समर्पण करते हैं। അതെ, ഇതാ നിങ്ങളുടെ മറുപടി വന്നു കഴിഞ്ഞു. ये तुम्हारा जवाब आ गया, മറുപടി വന്നു കഴിഞ്ഞു. और जवाब आ गया, ഇനിയും നിരാശപ്പെടേണ്ട, और निराश होने की जरूरत नहीं है, ഇനി കണ്ണുനീർ ഒഴുക്കണ്ട, और आंसू नहीं बहाना है, ഇനിയും കരയണ്ട. और रोने की जरूरत नहीं है। അതെ, ഇതാ മറുപടി ലഭിച്ചു കഴിഞ്ഞു. ये देखो जवाब मिल गया। ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. आज सुबह से मैं प्रार्थना करता हूँ। സ്വർഗസ്ഥ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, स्वर्गीय पिता अच्छा परमेश्वर, ഇന്ന് പകൽക്കാലം ഈ പ്രിയപ്പെട്ടവരെ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. जो है सुबह के समय इन लोगों को आपके हाथ में समर्पण करते हैं। കർത്താവിന്റെ വചനം സ്വീകരിച്ച പ്രിയപ്പെട്ടവർ, मसीह के वचन को प्राप्त किया प्रिय लोग, കർത്താവിന്റെ വാക്കുകൾ കൈക്കൊണ്ട പ്രിയപ്പെട്ടവർ, मसीह के जो है कार्यों को लिया हुआ लोग, ഇന്ന് പകൽക്കാലം അവർ വിശ്വസിക്കുന്നത് പോലെ തന്നെ आज सुबह से विश्वास करते जैसे ही ആമേൻ അവരുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കട്ടെ. लेकिन ऐसा हो जाने दो। യേശുവിന്റെ നാമത്തിൽ ഇത് സംഭവിക്കട്ടെ. यीशु मसीह के नाम से ऐसा होने दो। യേശുവിന്റെ നാമത്തിൽ ഇത് സംഭവിക്കട്ടെ. यीशु मसीह के नाम से ऐसा होने दो। പരാജയപ്പെട്ടത് जो हार गए हैं, എവിടെയെല്ലാം പരാജയപ്പെട്ടോ गए हार गए हैं, ആമേൻ അവിടെയെല്ലാം ഒരു വിജയ ജീവിതം നയിക്കുവാൻ वो हर जगह एक विजय का जिंदगी जीने ഇന്ന് പകൽക്കാലം ഞാൻ അനുഗ്രഹിച്ച് आज सुबह से പ്രാർത്ഥിക്കുക. मानव की प्रार्थना करते हैं। പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. वो पिता पुत्र आत्मा के नाम से अनुग्रह की प्रार्थना करते हैं। പല സ്ഥലങ്ങളിൽ നിരാശപ്പെട്ടത്, कई जगह में निराश हुआ, പല സ്ഥലങ്ങളിലും പുറന്തള്ളപ്പെട്ടത്, कई जगह में जो है बाहर निकाले जैसा, പല സ്ഥലങ്ങളിൽ ഒഴിവാക്കപ്പെട്ടത്, कई जगह में हटा दे जैसे। ഇന്ന് പകൽക്കാലം ആ വേദനകൾക്ക് ഒരു ആശ്വാസമുണ്ട്. सुबह के समय उस सारे दर्द के लिए एक जो आश्वास हो जाए, കഴിഞ്ഞ നാളിൽ നാം അനുഭവിച്ച വേദന जो है कई दिनों में उन्हें अनुभव किया जो है दर्द है, ഈ ദിവസങ്ങളിൽ അത് അനുഗ്രഹത്തിൻ്റെതായി തീരട്ടെ. इन दिनों में वो अनुग्रह का हो जाने दीजिए। കഴിഞ്ഞ ദിവസങ്ങളിൽ ഒഴുകിയ കണ്ണുനീരിന്റെ ഫലം जो है पिछले दिनों में जो है आंसू बहाया हुआ उसका फल ആമേൻ ഈ ദിവസങ്ങളിൽ അവർ പ്രാപിച്ചെടുക്കട്ടെ. ये जो है समय में प्राप्त करे। ആമേൻ എന്തുകൊണ്ടെന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ഒരു മറുപടി आज ജീവിക്കും. की आंसू के पूछने में उसमें एक जवाब ആമേൻ യേശുവിന്റെ നാമത്തിൽ അത് അവർ പ്രാപിച്ചെടുക്കും. मसीह के नाम से वो प्राप्त करे। അതിന് വിരോധമായി നിൽക്കുന്ന എല്ലാ ശത്രുവിന്റെ തന്ത്രങ്ങളെയും ഞാൻ തകർക്കുക. जो है उसके विरुद्ध होने वाले सारे शैतान के जो है बातों को मैं तोड़ रहा हूँ। ആമേൻ എല്ലാം ഒരു വിജയം നേടുക. वो सबसे एक विजय प्राप्त करने ഇന്ന് के പകൽക്കാലം ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. लिए सुबह से प्रार्थना करते हैं। കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. मुझे सत्य धन्यवाद। ആമേൻ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ സംസാരിച്ച വചനങ്ങൾക്കായി സ്തോത്രം. आज सुबह हमसे बात के वचनों के लिए धन्यवाद ഈ देते हैं। ദിവസങ്ങളിൽ ഒരു ജയ ജീവിതം നയിക്കുവാൻ इन दिनों में जो है विजेता का जिंदगी जीना, ആമേൻ ജയിച്ച കർത്താവ് ഞങ്ങൾക്ക് കൂടെ ഉള്ളതിനാൽ वो जय जिया हुआ परमेश्वर जय प्राप्त के परमेश्वर में ആ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും. हम परमेश्वर के हाथ में देते हैं। എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിക്കുന്നു. वो सभी प्रिय लोगों को हम देते हैं। കർത്താവിനോട് സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം. से बात के उसके अनुग्रह ഞാൻ അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. अनुग्रह के धन्यवाद। അവിടുത്തെ കൃപ ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. आपका जो अनुग्रह हमारे साथ धन्यवाद देते हैं। ആമേൻ ഈ വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കും. सभी लोग को कुछ आशीष दे, ബലപ്പെടുത്തുമാറാകും. बल दे, അവരെ നന്മകൾ പ്രാപിച്ചുകൊണ്ട് മുന്നേറാൻ സഹായിക്കും. प्राप्त करते हुए आगे बढ़ने सहायता करे। കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. उसे अनुग्रह से धन्यवाद देते हैं। ഞങ്ങളെ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കും. अपना को आपका समर्पण ബലപ്പെടുത്തിയതിനായി സ്തോത്രം. बल देने से യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. यीशु मसीह के अनुग्रह वाले नाम से ആമേൻ आमीन। ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. सबको आशीष